ഒരാൾ സിൻഡോ വാഴക്കുളം ചിലപ്പോൾ എവിടെ കാണുന്ന നിൽപ്പുണ്ടായിരിക്കും. സിൻഡോ വാഴക്കുളം കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്കുന്നു, SKN വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയിലേക്ക് സ്വാഗതം. അത് തന്നെ ഇവരൊക്കെ പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പോൾ ചന്ദ്രൻ ചെറിയിൽ പറയുന്നു 24 വാട്സ്ആപ്പ് ചാനൽ ഇന്ന് SKN40 റൂട്ട് ഇട്ടിട്ടില്ല. റൂട്ട് ഇട്ടേക്കാം അല്ലേ? അപ്പൊ നമ്മൾ ഈ വാഴക്കുളം കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? മൂവാറ്റുപുഴ കഴിഞ്ഞാൽ ആ റൂട്ട് എറണാകുളം, അങ്ങനെ നമ്മള് അല്ലേ? അങ്ങനെ അപ്പം ചന്ദ്രൻ ചെറിയിൽ 3 സ്ഥലം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പൊ തന്നെ വാട്സ്ആപ്പ് ചാനൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോ ഇവിടെ നിന്ന് മൂവാറ്റുപുഴ എന്ന് പിറവം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആരെയോ കാണാം. അപ്പൊ അവിടെ ഒരു ബോർഡ് ഉണ്ട് അല്ലെ? ഇവരോട് ചില കാര്യങ്ങളോട് ചോദിച്ചിട്ട് പോയാലോ? അതാണ് കളിയാണ് മക്കളെ ലഹരി. കളിയാണ്, അതാണ് ഈ ഒരു വലിയ സന്ദേശം. ആൾക്കാരാ? കളിയാണ് മക്കളെ ലഹരി. സൂപ്പർ ഡയലോഗാ സാറേ. ഞങ്ങള് 1942 തുടക്കം കുറിച്ച ക്ലബ്ബാണ്. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ ഈ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പരിശീലനം നൽകുന്നു, കളിക്കാനായിട്ട് അവസരം നൽകുന്നു. അത് തികച്ചും ഫ്രീ ആയിട്ടാ. കുട്ടികൾ ജേഴ്സി ആയിട്ട് ഇവിടെ വന്നാൽ മതി. ഇനി ജേഴ്സി ഇല്ലെങ്കിൽ ജേഴ്സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും. എല്ലാ കൊല്ലവും നമ്മൾ ക്യാമ്പ് നടത്താറുണ്ട്. ഈ കഴിഞ്ഞ വർഷം കേരള സ്പോർട്സ് കൗൺസിലുമായിട്ട് ചേർന്ന് നടത്തിയ ഏറ്റവും വലിയ ക്യാമ്പായിരുന്നു വാഴക്കുളത്തേത്. കുട്ടികൾ വരുന്നുണ്ടോ? കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പായിരുന്നു നമ്മുടേത്. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടങ്ങേണ്ടത് കളിക്കളത്തിൽ നിന്നാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായവും ഞങ്ങളുടെ പോളിസിയും. നമ്മുടെ പിള്ളേരൊന്നും ഉറക്കം എണീറ്റില്ലെന്ന് തോന്നുന്നു, കണ്ടില്ല. അത് പരീക്ഷക്കാലായതുകൊണ്ട് വൈകിട്ടാണ് കൂടുതൽ. രാവിലെ 5:30 മുതൽ സജീവമാണ് നമ്മള്. 5:30 മുതൽ രാത്രി 10:30 വരെ. ഇതെന്തായാലും കൊള്ളാം. ഇത് യഥാർത്ഥത്തിൽ നല്ല മെസ്സേജാണ് കൊടുക്കുന്നത്. കാര്യം നമ്മുടെ കളിക്കളങ്ങളെല്ലാം ഓപ്പൺ ആവണം. കുട്ടികൾക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. 100 കണക്കിന് കുട്ടികൾ ഇവിടെ എല്ലാ ദിവസവും വന്ന് വൈകുന്നേരം 10 മണി വരെ ഇവിടെ ഈ ക്യാമ്പിൽ ഇതിൽ പങ്കെടുത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള പുതിയ തലമുറ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് ആളുകൾ മക്കളെ എപ്പോ വരും ഇവിടെ? വൈകിട്ടോ? അത് രാവിലെ? എന്റെ മോനെ നിനക്ക് ഉറക്കമൊന്നുമില്ലടാ കൂട്ടാ. എത്ര മണിക്ക് എണീക്കും നീ? അപ്പോ മൂത്രം വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയോ? ആണോ? നീ കലക്കും, നീ സൂപ്പർ ആള്. മോനോ എത്ര മണിക്ക് എണീക്കും? സൂക്ഷിച്ചു പറയണം. ഞാൻ മറ്റേ കാര്യം ചോദിച്ചു. എത്ര മണിക്ക്? 5 മണിക്ക് എണീക്കും അല്ലേ? അത് സംഭവം. എത്ര മണിക്ക് എണീക്കുന്നത്? ഞാൻ 6 മണിയാവും. കണ്ട, ഇതാണ് ഈ അങ്കിള്. അങ്ങനെയാണ് കേട്ടോ, ലേറ്റ് ആയിട്ടാണ് ഉണരുന്നത്. ഒരങ്കിള് ഇവിടെ ഉണ്ട്. ഈ അങ്കിളും എണീറ്റല്ലേ? ഓ ഓക്കെ. അപ്പൊ എത്ര നേരം കഴിഞ്ഞാ കളിയൊക്കെ കഴിഞ്ഞു സ്കൂളിൽ പോണ്ടേ? അടച്ചോ? അടപ്പിച്ചോ? പരീക്ഷ കഴിഞ്ഞു. സന്തോഷമായോ? നല്ല പരീക്ഷ എഴുതിയോ? നീ വലിയൊരു മിടുക്കനാവും കേട്ടോ. നീ ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. 42 മുതൽ എല്ലാ വർഷവും ഞങ്ങൾ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ടൂർണമെന്റുകളും. അപ്പൊ ഈ കുട്ടികൾക്ക് എല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ജേഴ്സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പൈനാപ്പിൾ സിറ്റി കാശ് വാങ്ങിക്കാൻ പാടുണ്ടോ? ഇല്ല, അതുകൊണ്ടല്ല. ഞങ്ങളെ ക്ലബിലെ അംഗങ്ങൾ തന്നെ അത് പാഠം സ്വരൂപിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അല്ല, എന്തായാലും ഇതൊരു വലിയ മെസ്സേജാണ്. കാര്യം എന്താ പറയുക, പല ഇപ്പോൾ ഈ ടർഫ് പോലുള്ള പരിപാടി വരുന്നു. ടർഫ് വേണ്ട. കാര്യം അതിന് ടർഫൊക്കെ ഉണ്ടായ നമ്മുടെ സർക്കാർ സ്കൂളിൽ നിന്ന് ടർഫൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ കളിക്കളങ്ങളെല്ലാം ഓപ്പൺ ആവട്ടെ. അതുണ്ടല്ലോ, നമുക്കിപ്പോൾ ഈ കുട്ടികൾ അല്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ മിനിമം മാസം 1500 രൂപയെങ്കിലും. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പം MDMA പോലുള്ള രാസലഹരി ഈ പ്രായമുള്ള കുട്ടികളെ പോലും പിടിക്കുന്നുണ്ട്, ഭയങ്കര സ്വാധീനിക്കുന്നുണ്ട്. കാര്യം ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ കുട്ടികളെ എളുപ്പമെന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ ഈ പൈനാപ്പിൾ സിറ്റി നമ്മുടെ ഈ വാഴക്കുളം, നമ്മുടെ പ്രശ്നയാണ് വാഴക്കുളം. അപ്പോൾ വാഴക്കുളത്തിന് കുറച്ചുകൂടെ ദേശീയ പ്രാധാന്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വാഴക്കുളത്ത് ഇങ്ങനെയുള്ള MDMA പോലുള്ള വ്യാജ മരുന്നുകളും ലഹരി മരുന്നുകളും കടന്നു കയറാതിരിക്കാൻ നിങ്ങൾ എടുക്കുന്ന പ്രിക്കോഷൻ, ജാഗ്രത എന്തായിരിക്കും? ഇതാണ് ഞങ്ങൾ എടുക്കുന്ന ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ ആളുകൾ, കുട്ടികൾ ഈ MDMA, കഞ്ചാവ് പോലെയുള്ള അതിലേക്ക് വഴുതി വീഴുന്നത് ഈ വൈകുന്നേര സമയങ്ങളിലാണ്. അവരുടെ ആ ഫ്രീ ടൈമുകളിൽ കളിക്കാനായിട്ട് സമയമില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടുകെട്ടുകളിൽ പെട്ട് ആ ഒരു രീതിയിലേക്കായി പോകും. ഞങ്ങളുടെ ഇവിടെ വന്ന കുട്ടികൾ ഞങ്ങൾക്ക് തന്നെ അനുഭവമുള്ളതാണ്. ഈ കഞ്ചാവിൻ്റെയും മറ്റ് ലഹരികളുടെ കേസിൽപ്പെട്ട കുട്ടികളെ വരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ കളിക്കളത്തിലേക്ക് ഇറക്കി അവരൊന്നും മിടുക്കരായിട്ട് എല്ലാ ദിവസവും വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അഭിമാനമല്ലേ അത്. ഞങ്ങളുടെ യാത്രക്കിടയിൽ വല്ല കഞ്ചാവ് MDMA ഒക്കെ കഴിക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ, ഇങ്ങോട്ട് അയക്കാം. ഇത് ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അഭിപ്രായമാണ്. അതെ. ഇവിടെ ഇവരൊക്കെ സ്ഥിരം പ്ലേയേഴ്സ് ആണ്. ഓക്കെ, കളിക്കാരെ നമ്മൾ കണ്ടു. നമുക്ക് ഇത്തിരി കളി തുടങ്ങിയാലോ? അപ്പോ ഏതൊക്കെ പ്രായത്തിലുള്ളവരവിടെ കളിക്കുന്നത്? ഇവിടെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ചോർച്ചയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം വീഴുന്നു. അതായത് വെള്ളം ആവിയായിട്ട് പോയി അത് വീണ്ടും അങ്ങനെയുണ്ടല്ലേ? ഇവിടെ ആവിയായിട്ട് വെള്ളം മേലോട്ട് പോയിട്ട് താഴോട്ട് എന്തെല്ലാം കളികളാ വാഴക്കുളത്ത് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ എങ്ങനെ കളിയൊക്കെ എങ്ങനെ പോകുന്നു? കളിയൊക്കെ ഉഷാറാ. പേരെന്താ? സോനു.
എത്ര മണിക്ക് തുടങ്ങും ഇത്? 5:30. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എല്ലാം കൂടെ ഇപ്പൊ എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ രാവിലെ ഒരു 10 പേരുണ്ട്, 10 പേര്. വൈകുന്നേരം 40ഓളം. ഇന്നത്തെ കളി തുടങ്ങിയോ? നിങ്ങൾ കുറച്ച് കൂട്ടണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ച് കേട്ടോ. ഈ വാഴക്കുളത്തൊന്നും MDMA കയറാൻ നിങ്ങൾ സമ്മതിക്കരുത്. നമ്മുടെ റിക്വസ്റ്റ് അത്. 3 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ ഇപ്പൊ നമ്മൾ ഇവിടെ കളിക്കുന്നുണ്ട്. ചേട്ടൻ അതിനകത്ത് കാണത്തില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം റെഗുലറായിട്ട് കളിക്കുന്നതാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് ആള് കൂടുതൽ. 10:30 വരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ. 3 ഷട്ടിൽ കോർട്ട് ഉണ്ട് ഇവിടെ, അത് ഫുള്ളാ. ഒരു മതിപ്പ് വില കുറച്ച് കുറഞ്ഞു പോയി അല്ലേ? നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാ പിള്ളേരും അതിനുവേണ്ടി സഹകരിപ്പിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിന്റെ അഭിമാനമാണ്, ചാനലുകാരുടെ രാജാവാണ്. നമുക്ക് പ്രജയായാൽ മതി. എന്തുപോലെ അങ്ങ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സന്തോഷം. ഓഫീസിൽ ഒന്ന് കയറാമോ? അത് കാരണം ഇതിനൊരു ഷോ ഡയറക്ടർ ഉണ്ണികൃഷ്ണനാണ് ഇതിന്റെ ഷോ ഡയറക്ടർ. അദ്ദേഹത്തോട് അനുമതി വാങ്ങിക്കും. ഓക്കെ.